നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. KCETയുടെ എൻട്രൻസ് എക്സാമിന് വേണ്ടി എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ബെൽ ടൈമിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിന് എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വാച്ചോ വേറെ ഓർണമെന്റുകളോ ഒന്നും നമുക്ക് കയ്യിൽ കരുതാനായിട്ട് സാധിക്കില്ല. ബെല്ലുകൾ മുഴങ്ങുന്നതനുസരിച്ചാണ് നമുക്ക് അതിൻ്റെ ടൈമിംഗ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പം കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സാധാരണ രീതിയിൽ എക്സാം തുടങ്ങുന്നതിന് 2 മണിക്കൂർ മുന്നേ തന്നെ എക്സാം സെൻറ്ററിൻ്റെ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയാറുള്ളത്. അറ്റ്ലീസ്റ്റ് 9 മണിയോടുകൂടി തന്നെ എങ്കിലും രാവിലത്തെ സെഷനിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സാം സെൻറ്ററിൻ്റെ മുന്നിൽ തന്നെ എൻട്രൻസിൻ്റെ ഭാഗത്ത് സെക്യൂരിറ്റി ഉണ്ടാവുന്നതാണ്, പോലീസുകാരുണ്ടാവുന്നതാണ്. അപ്പോൾ അവർ വെരിഫൈ ചെയ്ത് അഡ്മിറ്റ് കാർഡുകളൊക്കെ വെരിഫൈ ചെയ്ത് കാൻഡിഡേറ്റിനെ മാത്രമായിരിക്കും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നമ്മുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം ഏതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ ബോർഡുകൾ കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ്. രാവിലത്തെ സെഷൻ 10:20 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ബെല്ലുകൾ മുഴങ്ങുന്ന വേളയിൽ ആ എക്സാം ഹാളിലുള്ള ഇൻവിജിലേറ്റർ ഓരോ കുട്ടികളുടെയും അഡ്മിറ്റ് കാർഡുകളും ഐഡന്റിറ്റി കാർഡുകളും പരിശോധിക്കുന്നതാണ്. അതുപോലെ തന്നെ OMR ഷീറ്റുകളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ OMR ഷീറ്റുകൾ ഫില്ല് ചെയ്യുന്ന എല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കയറി പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ OMR ഷീറ്റുകൾ ഫില്ല് ചെയ്യേണ്ട ഒരു സമയമാണ്. രാവിലത്തെ സെഷനിൽ 10:20 ഉച്ചകഴിഞ്ഞ സെഷനിൽ 2:20 ഈ ഒരു ഫസ്റ്റ് ബെല്ല് റിങ് ചെയ്യുന്നത്. 10 മിനിറ്റ് സമയമാണ് നമുക്ക് കിട്ടുക ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം 10 മിനിറ്റിന് ശേഷം രണ്ടാമത്തെ ബെല്ല് ഏകദേശം രാവിലത്തെ സെഷൻ ആണെങ്കിൽ 10:30 ഉച്ച കഴിഞ്ഞത്തെ സെഷൻ ആണെങ്കിൽ 2:30 ബെല്ല് മുഴങ്ങുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ചീഫ് സൂപ്രണ്ടന്റ് ഓരോ ക്ലാസ് റൂമുകളിലും എക്സാം നടക്കുന്ന ഓരോ ക്ലാസ് റൂമുകളിലും സീൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നൽകുക. വീണ്ടും 10 മിനിറ്റ് ടൈമാണ് നമുക്ക് ഉണ്ടാവുന്നത്. ആ ഒരു സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നടത്തുന്നതാണ്. വീണ്ടും അടുത്തൊരു ബെല്ല് മുഴങ്ങുന്നതോടൊപ്പം തന്നെയാണ് നമ്മൾ അത് ഓപ്പൺ ചെയ്ത് എഴുതുവാനായിട്ട് തുടങ്ങേണ്ടതായിട്ട് വരിക. അതായത് 10:40 മൂന്നാമത്തെ ബെല്ലുകൾ മുഴങ്ങുന്നത്. അപ്പോൾ ഈ ഓരോ സമയത്തും ഇംഗ്ലീഷിൽ അവർ ഇൻവിജിലേറ്റേഴ്സ് അനൗൺസ്മെൻറ്റുകൾ നടത്തുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ 10:40 മോർണിംഗ് സെഷന് 10:40 ഉച്ചകഴിഞ്ഞത്തെ സെഷനിൽ 2:40 ഈ ഒരു മൂന്നാമത്തെ ബെല്ലോടുകൂടി തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഓപ്പൺ ചെയ്യുകയും എക്സാം എഴുതുവാനായിട്ട് തുടങ്ങുകയും ചെയ്യാവുന്നതാണ്. വീണ്ടും അരമണിക്കൂറിന് ശേഷം 4ാമത്തെ ബെല്ലുകൾ മുഴങ്ങുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം 5ാമത്തെ ബെല്ല് 20 മിനിറ്റിന് ശേഷം വീണ്ടും മുഴങ്ങുന്നതാണ്. അപ്പോൾ ഈ 20 മിനിറ്റിന് ശേഷം മുഴങ്ങുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം ഇനിയും 20 മിനിറ്റും കൂടെ ഇനി മുന്നോട്ടുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനോടകം ഏകദേശം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു 3/4 ഭാഗമെങ്കിലും ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ 11:30 ആയിരിക്കും ഈ ഒരു ബെല്ലുകൾ മുഴങ്ങുന്നത്. വീണ്ടും ഒരു 15 മിനിറ്റിന് ശേഷമായിരിക്കും മുഴങ്ങുന്നത്. അപ്പോൾ അവർ അനൗൺസ്മെൻറ്റ് വരുന്നത് 5 മിനിറ്റ് മാത്രമായിരിക്കും ശേഷിക്കുക എന്നുള്ളത്. അപ്പോൾ 7ാമത്തെ ബെല്ലോടുകൂടി തന്നെ മിക്കവാറും എക്സാമിനേഷൻസ് എൻഡപ്പ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ മോർണിംഗ് സെഷൻ ആണെങ്കിൽ 10:40 തുടങ്ങുന്ന എക്സാം ഏകദേശം 11:50 ആവുമ്പോഴാണ് അത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്നത്. 2:40 തുടങ്ങുന്ന സെഷൻ 3:50 ആവുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബെല്ല് ടൈമിംഗ് വെച്ച് മാത്രമായിരിക്കും ഇതിൻ്റെ ഇൻറ്റിമേഷൻസ് ടൈമിൻ്റെ അലോക്കേഷൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓരോ സമയത്തും അതിൻ്റെ അനൗൺസ്മെൻറ്റുകൾ പ്രോപ്പറായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ബെൽ ടൈമിങ്ങിൻ്റെ ഡീറ്റെയിൽസ് പറയട്ടെ. ഫസ്റ്റ് ബെൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എൻട്രി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ID കാർഡുകൾ അഡ്മിറ്റ് കാർഡുകൾ പരിശോധിക്കുകയും OMR ഷീറ്റുകൾ തരുന്ന ഒരു സെഷനാണ്. രണ്ടാമത്തെ ബെല്ലിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സീൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ബെല്ലോടുകൂടി നമ്മൾ ഓപ്പൺ ചെയ്ത് എക്സാം സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് രാവിലത്തെ സെഷൻ ആണെങ്കിൽ 10:40 ഉച്ചകഴിഞ്ഞത്തെ സെഷൻ ആണെങ്കിൽ 2:40 സ്റ്റാർട്ട് ചെയ്യുന്നത്. വീണ്ടും അരമണിക്കൂറിന് ശേഷമാണ് അടുത്ത ബെല്ല് വരുന്നത്. വീണ്ടും 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ബെല്ല് വരുന്നതാണ്. വീണ്ടും 15 മിനിറ്റിന് ശേഷം ഒരു ബെല്ല്, ലാസ്റ്റ് 5 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ബെല്ല് വരുന്നതാണ്. ഏറ്റവും അവസാനം 7ാമതായിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ഫൈനൽ ബെല്ല് കൂടെ മുഴങ്ങുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ വരുന്നത്. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ബെൽ ടൈമിങ് ശ്രദ്ധിച്ച് പോവുക. കറക്റ്റായിട്ടാണോ നിങ്ങൾ OMR ഷീറ്റുകൾ ഫില്ല് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന രജിസ്റ്റർ നമ്പർ ആയിക്കോട്ടെ, CET നമ്പർ ആയിക്കോട്ടെ, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് മാത്സ് എക്സാം എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. നഴ്സിംഗ് കോഴ്സിനേക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എക്സാംസ് മാത്രം എഴുതിയാൽ മതിയാകും. അല്ലാതെ വേറെ എക്സാംസ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം അതായത് ഏപ്രിൽ 23 2 സെഷൻ മോർണിംഗ് സെഷനും ആഫ്റ്റർനൂൺ സെഷൻസിനും എക്സാംസ് ഉണ്ട്. അപ്പോൾ ഏകദേശം 12 മണിയോടുകൂടി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു 2 മണിയാവുമ്പം എൻ്റർ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ദൂരത്തേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കൽ. തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്നാക്സ് അല്ലെങ്കിൽ കഫേസിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് നിങ്ങൾ എത്രയും വേഗം തന്നെ അവിടെ എത്തി റിപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
അല്ലാതെ നമ്മൾ ഒത്തിരി ദൂരത്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേയെങ്കിൽ പിന്നെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ അവർ എൻട്രി അനുവദിച്ച് തരികയില്ല. അതുപോലെ തന്നെ ഉച്ചകഴിഞ്ഞത്തെ സെഷൻ ആണെങ്കിൽ ഉച്ചകഴിഞ്ഞത്തെ സെഷനിലേക്ക് മാത്രമായിട്ട് വന്നാൽ മതിയാവും. അപ്പോൾ ആ ഒരു രീതിയിൽ പ്ലാൻ ചെയ്ത് പോവുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ ഏത് ലൊക്കേഷനിലാണ് നിങ്ങൾ എക്സാം സെൻറ്റേഴ്സ് എന്നുണ്ടെങ്കിൽ ആ എക്സാം സെൻറ്റേഴ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോളേജ് വിസിറ്റിനുള്ള അറേഞ്ച്മെൻറ്റുകൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ബാംഗ്ലൂരാണെങ്കിൽ ഞാൻ പേഴ്സണലി അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൽ സ്ക്രീനിലുള്ള ഡിസ്ക്രിപ്ഷനിൽ നമ്പർ നൽകിയിട്ടുണ്ട്. വീണ്ടും മറ്റുള്ള ഏരിയാസിൽ ഇപ്പം മംഗലാപുരത്ത് ആയിക്കോട്ടെ, മൈസൂർ ആയിക്കോട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലുള്ള ഏറ്റവും മികച്ച കോളേജുകളിലേക്കൊക്കെ നിങ്ങൾക്ക് കോളേജ് വിസിറ്റുകൾ അറേഞ്ച് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കുകൾ ഞാൻ നൽകിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ CET എൻട്രൻസ് എക്സാംസ് എഴുതുവാനായിട്ട് പല സ്ഥലങ്ങളിൽ വരുമ്പോഴും ആ ഒരു സമയത്ത് നിങ്ങൾ കോളേജുകൾ കൂടെ മനസ്സിലാക്കി പോകുന്നത് എപ്പോഴും ഉചിതമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. നിങ്ങളുടെ ഫീസ് അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് മികച്ച ഒരു കോളേജിലേക്ക് അഡ്മിഷൻസ് എടുക്കാനായിട്ട് തീർച്ചയായിട്ടും അത് ഹെൽപ്പ് കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് CET എൻട്രൻസ് എക്സാംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഈ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായി ഉടനെ കാണാം. നന്ദി.